ഡോക്ടർ ഡി ബാബു പോൾ യാത്രയായി. പെട്ടെന്നുണ്ടായ അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ 3 ദിവസമായി അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. അദ്ദേഹം കേരളം കണ്ട ദിഷണാശാലിയായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. നിരവധി രംഗങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥൻ മാത്രമല്ല, എഴുത്തുകാരൻ, പണ്ഡിതൻ, എന്നിങ്ങനെ പല നിലകളിൽ സാമൂഹ്യ പ്രവർത്തകൻ, അല്പനാൾ രാഷ്ട്രീയത്തിലേക്കും കാലെടുത്ത് വെച്ചു എങ്കിലും അദ്ദേഹത്തിൽ അതിന് ശോഭിക്കാൻ കഴിഞ്ഞില്ല. സബ് കളക്ടറായി പ്രവർത്തനം ആരംഭിച്ച, IAS കിട്ടി സബ് കളക്ടറായി പ്രവർത്തനം ആരംഭിച്ച ഡോക്ടർ ബാബു പോൾ കേരളത്തിലെ മിക്ക ജില്ലകളിലും കളക്ടറായിരുന്നു. അദ്ദേഹം ജില്ലാ കളക്ടറായിരിക്കുമ്പോഴാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആർച്ച് ഡാം എന്ന് പറയുന്ന ഇടുക്കി ഡാം അതിൻ്റെ പണി ആരംഭിക്കുകയും പണി പൂർത്തിയാവുകയും ചെയ്യുന്നത്. അതിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ കൂടിയായിരുന്നു അദ്ദേഹം. റവന്യൂ സർവീസിൽ റവന്യൂ ബോർഡ് മെമ്പറായി തുടങ്ങുകയും ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ നിരവധി വകുപ്പുകളുടെ സെക്രട്ടറി ആവുകയും ചെയ്ത അദ്ദേഹം അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കിലാണ് വിരമിച്ചത്. അദ്ദേഹം വിരമിച്ച ശേഷവും സജീവമായ എഴുത്തും പ്രസംഗവും ആയി അദ്ദേഹം കേരളമൊട്ടാകെ സഞ്ചരിച്ചു. കേരളത്തിൽ ഏറ്റവും തിരക്കുള്ള പ്രഭാഷകരിൽ ഒരാളായിരുന്നു അദ്ദേഹം. സരസമായ സംഭാഷണ ശൈലി കൊണ്ട് അദ്ദേഹത്തിൻ്റെ വാഗ്വിലാസം കേരളീയരെ അങ്ങേറ്റം ആകർഷിച്ചിരുന്നു. അഴീക്കോടിനെ പോലുള്ള പ്രഭാഷകർ പോലും ഡോക്ടർ ബാബു പോളിൻ്റെ പ്രഭാഷണ ചാതുരിയെ പ്രശംസിച്ചിട്ടുണ്ട്. നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. 19-ാം വയസ്സിൽ അദ്ദേഹം യൂറോപ്പിൽ നടത്തിയ ഒരു യാത്രയുടെ ഓർമ്മകൾ എന്ന പേരിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകം. പിന്നീട് നിരവധി പുസ്തകങ്ങൾ എഴുതുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആത്മകഥ കഥ ഇതുവരെ എന്ന ആത്മകഥ, ആ ആത്മകഥയുടെ ആദ്യ വാചകത്തിൽ ഈ ലേഖകൻ്റെയും പേരുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓംബുഡ്സ്മാൻ പദവി തെറിച്ച വിവരം മന്ത്രിസഭാ യോഗ തീരുമാനം അറിഞ്ഞ ഉടനെ ഞാനാണ് അദ്ദേഹത്തെ വിളിച്ചറിയിക്കുന്നത്. അദ്ദേഹം അത് പിന്നീട് പല വേദികളിലും തമാശയായി പറയുകയും പിന്നീട് മാധ്യമത്തിൽ ആത്മകഥ പരമ്പരയായി എഴുതിയപ്പോൾ ആ ആത്മകഥയുടെ ആദ്യ വാചകത്തിൽ ആ കാര്യം പരാമർശിക്കുകയും ചെയ്തു. ആ കഥ ഇതുവരെ എന്ന ആ പുസ്തകം DC ബുക്സാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസിക് എന്ന് പറയാവുന്ന കൃതി വേദശബ്ദ രത്നാകരം എന്നുള്ളതാണ്. ലോകത്ത് തന്നെ ബൈബിളിനെ ആശ്രയിച്ചുള്ള ഒരു പ്രാദേശിക ഭാഷയിൽ ബൈബിളിനെ ആശ്രയിച്ചിട്ട് ആ ബൈബിളിൻ്റെ A to Z സമഗ്രമായ വിവരങ്ങൾ ലഭ്യമാക്കുന്ന അനേകം പതിപ്പുകൾ ഇറങ്ങിയിട്ടുള്ളതാണ് വേദശബ്ദ രത്നാകരം എന്ന് പറയുന്ന. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പുസ്തകങ്ങളിലൂടെയും അതുപോലെ എഴുത്തിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും എല്ലാം കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക നായകൻ എന്നുള്ള പദവിയിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു അദ്ദേഹം. 77 വയസ്സായിട്ട് അദ്ദേഹം രോഗാതുരനൊന്നുമായിരുന്നില്ല. ചെറിയ ചില്ലറ രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ നിര്യാണം വളരെ പെട്ടെന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അന്ന പോൾ നേരത്തെ തന്നെ വിട വാങ്ങിയിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ റോയ് പോൾ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അദ്ദേഹം കേന്ദ്ര സർവീസിലുണ്ടായിരുന്ന IAS ഉദ്യോഗസ്ഥനാണ്. എയർ ഇന്ത്യയുടെ ചെയർമാനൊക്കെ ആയിരുന്ന റോയ് പോൾ. ആ റോയ് പോളിൻ്റെ മകളെയാണ് മലയാള മനോരമ കുടുംബത്തിലെ ജയന്ത് മാമൻ മാത്യു വിവാഹം കഴിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ അവർ മലയാള മനോരമ ഓൺലൈനിൻ്റെ ചുമതലയുള്ള മറിയം തോമസ്. ഈ രീതിയിൽ കുടുംബ ബന്ധങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു വൈദികനായിരുന്നു. അദ്ദേഹം ആ വൈദിക വിദ്യാഭ്യാസത്തിലൂടെ ഈ മാർക്സിസ്റ്റ് സൈദ്ധാന്തികനായ P. ഗോവിന്ദപിള്ളയുടെ പോലും അധ്യാപകനായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ വൈദികൻ. ഈ നിലയിൽ കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷമൊന്നും ഇല്ലാതെ ഒരുപാട് പ്രമുഖ മുഖ്യമന്ത്രിമാരുടെ കൂടെയൊക്കെ ജോലി ചെയ്തിട്ട് അവരുടെയെല്ലാം വ്യക്തിത്വത്തെ വളരെ അടുത്തറിയുകയും അതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം പലപ്പോഴും സംസാരിക്കുകയും എഴുതുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. എല്ലാവരും ആദരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഡോക്ടർ ഡി ബാബു പോൾ. ഞങ്ങളുടെ ഒരു സുഹൃത്തു കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ഞങ്ങൾ ആദരാഞ്ജലി അർപ്പിക്കുന്നു.